വർഷം തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് പൂർണ്ണമായും ഡിജിറ്റലാക്കാനുള്ള നീക്കത്തിലേക്ക് കടന്ന മോട്ടോർ വാഹന വകുപ്പ്. ഇതിനായി ധനവകുപ്പിന്റെ അനുമതി തേടി ഗതാഗത വകുപ്പ് ഉടൻ സമീപിക്കും. ഡിജിറ്റലാക്കിയാൽ നിലവിലെ രീതിയിൽ ലൈസൻസിന്റെ ഒറിജിനൽ പകർപ്പ് വിതരണം നിർത്തലാക്കും. ലൈസൻസ് എല്ലാം ഡിജിറ്റലൈസ് ചെയ്യാനുള്ള തീരുമാനം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എടുത്തുകൊണ്ട് ഇനി ഫൈനാൻസിന്റെ ഒരു കൺകറൻസ് വേണം. കരാറെടുത്ത ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന് 15 കോടി രൂപ കുടിശ്ശികയായതോടെ ലൈസൻസ് RC എന്നിവയുടെ അച്ചടി മന്ദഗതിയിലാണ്. ജൂലൈ മുതലുള്ള അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത്. ഇതിന് ശാശ്വത പോം വഴിയായിട്ടാണ് ഗതാഗത കമ്മീഷണർ CH നാഗരാജു ഡ്രൈവിംഗ് ലൈസൻസ് പൂർണ്ണമായും ഡിജിറ്റലാക്കാനുള്ള ശുപാർശ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന് സമർപ്പിച്ചത്. പരിവാഹനിൽ ഇപ്പോൾ ഡിജിറ്റൽ ലൈസൻസ് ലഭ്യമാകുമെങ്കിലും അച്ചടിച്ച പകർപ്പും MVD നൽകുന്നുണ്ട്. ഡിജിറ്റലാക്കിയാൽ അനാവശ്യ ചെലവും ലൈസൻസിനായുള്ള കാത്തിരിപ്പും ഒഴിവാക്കാനാവും. ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുന്ന ദിവസം തന്നെ ഡിജിറ്റൽ ലൈസൻസും നൽകാൻ കഴിയുന്നതാണ്. ഡിജിറ്റലാക്കിയാൽ വാഹന പരിശോധനാ സമയത്ത് ഉദ്യോഗസ്ഥർ ലൈസൻസിന്റെ ഹാർഡ് കോപ്പി ഒരിക്കലും ആവശ്യപ്പെടില്ല. ലൈസൻസ് ഡിജിറ്റൈസേഷന് നിയമപരമായി വലിയ പ്രശ്നങ്ങളില്ലെങ്കിലും MV ആക്ട് 130(1), 206 എന്നീ വകുപ്പുകളിൽ പറയുന്ന ലൈസൻസ് പിടിച്ചെടുക്കൽ നിയമം നടപ്പിലാക്കുന്നതിൽ സാങ്കേതിക പ്രശ്നമുണ്ടാവും. MVDയുടെ വരുമാനം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ധനവകുപ്പായതിനാലാണ് ഡിജിറ്റൈസേഷനാക്കാൻ ധനവകുപ്പിന്റെ കൺകറൻസ് ലെറ്റർ അഥവാ അനുമതി പത്രം വേണ്ടത്. ആന്ധ്രാപ്രദേശും അസമും ചെയ്ത പോലെ നടപടിക്രമമെല്ലാം പൂർത്തിയാക്കി ഈ വർഷം തന്നെ കേരളവും ഡ്രൈവിംഗ് ലൈസൻസിൽ ഡിജിറ്റലാവും. തിരുവനന്തപുരത്ത് നിന്ന് RB സനു, മീഡിയ 1.